ചേട്ടായി നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും അത് തന്നെ നമുക്ക് ഞാനൊരു ഓടിക്കാൻ മടി കാണിച്ചാൽ എന്നോട് നല്ല ധൈര്യം തന്നെ എപ്പോഴും എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ പോലും എന്നോട് പറയും അതിനൊക്കെ പറ്റും കുഴപ്പമില്ല അങ്ങനെ നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെയുണ്ട്. ഡ്രൈവിംഗ് പഠിച്ച കാലത്തെ ഒരു ഓമിനി വാനുണ്ടായിരുന്നു, അത് ഓടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്കും നിർത്തിയിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഒത്തിരി വർഷം മുമ്പ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഒരു 2-3 വയസ്സൊക്കെ ആയപ്പം അപ്പം ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ചേട്ടായുടെ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഓടിക്കണമെന്ന് ഓടിച്ചോളാൻ പറഞ്ഞു എന്നോട് കയറി ഇരുന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ വണ്ടി നിന്ന് പോകും. എന്ത് ചെയ്തു അന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോന്നു. അതെ അതൊക്കെ ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാൻ പഠിച്ചു. തീരെ ചെറുപ്പം തൊട്ടേ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയോടും എല്ലാം ഭയങ്കര ഒരു ഇതാണ് കുഞ്ഞിലെ തൊട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിള്ളേരാണേലും ശരി ഞാൻ വണ്ടി ഓടിക്കാൻ പറയും, ധൈര്യമായിട്ട് നമ്മൾ കൊടുക്കും. ചേട്ടായിക്ക് പേടിയില്ല ഞങ്ങളുടെ വണ്ടി തരാനായിട്ട്. ചിലർക്ക് ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും അവർക്ക് കൂടുതൽ കെയറിംഗ് ഉണ്ടോ എന്തോ ചിലർക്ക് അവർക്ക് പേടിയാണ് വണ്ടി കൊടുക്കാനായിട്ട്. അപ്പൊ അല്ല നിങ്ങൾ അത് പേടിയാണ്. പക്ഷെ ചേട്ടായിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു പേടിയില്ല. നമുക്കിപ്പോ ഒരാൾ കയറി ഇരുന്ന് അത്യാവശ്യം ശകലം വണ്ടി എടുക്കുമ്പോഴേ കാണുമ്പോ അറിയാം ഇയാൾ ഓടിക്കോ ഇല്ലയോ എന്ന്. അപ്പൊ അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല. ചേട്ടന്റെ പണി കുറഞ്ഞു കിട്ടിയില്ലേ? അതെ, ചേട്ടൻ അങ്ങനെ പണി കുറഞ്ഞു കിട്ടിക്കോട്ടെ ഭാര്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ വണ്ടി ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരു കാറാണേലും അതെ, ഏതായാലും ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓടിക്കാൻ വണ്ടി കിട്ടുന്നില്ല, ഓടിക്കാൻ സമയവും കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നോ അതുപോലെ തന്നെ മക്കളാണേലും ഭാര്യയാണേലും ഇനി ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിലും അതുപോലെ ഓടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഇനി എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും. ചിലർക്ക് വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് വിഷമം വരും, എന്നാൽ ചിലർക്ക് അത് പ്രശ്നമല്ല. ഇപ്പം മോൾക്കൊന്നും അത്രയും പ്രശ്നമില്ല, എന്നാലും ചിലപ്പം അപ്പൊ ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണ്ട എനിക്കറിയാം ഞാൻ ചെയ്തോളാം പറയും. അങ്ങനെ ഇപ്പം ചേച്ചി ഇപ്പൊ കോ ഡ്രൈവർ ആയിട്ടാണല്ലോ ഇപ്പൊ വരുന്നത്. അപ്പൊ മെയിൻ ഡ്രൈവറാ. പിന്നെ നമ്മുടെ മെയിൻ ഡ്രൈവറാ. മെയിൻ ഡ്രൈവർ ആവശ്യം ചേട്ടന്റെ കൂടെ മെയിൻ ഡ്രൈവർ എന്ന് പറയാൻ ഞങ്ങളെ ചുമ്മാ പറയുന്നത് വെച്ചാൽ മെയിനായിട്ട് തമാശന് പറയുന്നതാണ്. എങ്കിലും മെയിനായിട്ട് വണ്ടി ഓടിക്കുന്ന ജലജയാണ് ഓടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ മറ്റു വണ്ടികളിലാണെങ്കിലും മെയിനായിട്ട് പോകുന്ന ഒരാളും സെക്കൻഡ് ഡ്രൈവർ ഒരാളും ഉണ്ടാവും. ഈ സെക്കൻഡ് ഡ്രൈവർ എന്ന് പറയുമ്പം ആളെ താത്തിക്കെട്ടി പറയുന്നതല്ല ഒരിക്കലും. കോ ഡ്രൈവർ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ കൂടെയുള്ള ഒരു ഡ്രൈവർ. മെയിൻ ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ആൾക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി എല്ലാ കാര്യങ്ങളും അയാൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. കോ ഡ്രൈവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞങ്ങള് ചുമ്മാ അങ്ങനെ ചുമ്മാ തമാശനെ വിളിക്കുന്നുള്ളൂ. അതെ, അത് തമാശനെ വിളിച്ചു വിളിച്ച് അതിങ്ങനെ അങ്ങ് പതിഞ്ഞു പോയി.